തൃശൂർ വലപ്പാടിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഹാൻസ് ശേഖരം പിടികൂടി. വലപ്പാട് സ്വദേശി ദിലീപിന്റെ വീട്ടിൽ നിന്നാണ് ഹാൻസ് ശേഖരം പിടികൂടിയത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാടാനപ്പള്ളി റേഞ്ച് നടത്തിയ പരിശോധനയിലാണ് 40 ചാക്കുകളിലായി 600 കിലോ ഹാൻസ് പിടികൂടിയത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ ആർഎംപിയുടെ ഇന്നത്തെ അജണ്ടയിൽ ഉണ്ടായിട്ടില്ലെന്ന് ആർഎംപി സംസ്ഥാന സെക്രട്ടറി എൻ വേണു. യുഡിഎഫിന്റെ ഭാഗത്തുനിന്ന് മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ ആർഎംപിയുടെ ഇന്നത്തെ അജണ്ടയിൽ ഉണ്ടായിട്ടില്ലെന്ന് ആർഎംപി സംസ്ഥാന സെക്രട്ടറി എൻ വേണു. യുഡിഎഫിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു അഭിപ്രായം വന്നിട്ടില്ല. ചർച്ചകൾ നടന്നാൽ അറിയിക്കാം. കേരളത്തിന്റെ ഒരു ബദൽ ഇടതുപക്ഷത്തിന് രൂപം കൊടുക്കാനുള്ള ചർച്ചയിലേക്കാണ് ആർഎംപി കടന്നത്. ടി കെ ഗോവിന്ദൻ, ജി സുധാകരൻ, വി കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ളവരുമായി സംസാരിച്ചു. യോജിച്ച പ്രവർത്തനം നിയമസഭയിൽ നടത്താൻ കഴിയുമോ എന്ന് കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നും എൻ വേണു പറഞ്ഞു. അല്ല, മന്ത്രിസ്ഥാനത്തിന് അർഹത ഞങ്ങൾ എന്ന് ഒരു മിനിമം മന്ത്രിസ്ഥാനത്തിന് അർഹത ഉണ്ടോ ഇല്ലയോ എന്നല്ല പ്രശ്നം. അർഹത എന്ന് പറഞ്ഞാൽ ഏത് എം എൽ എക്ക് മന്ത്രിയാകാം. അതിലെന്താ പറഞ്ഞാൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പെട്ട എം എൽ എ അല്ലേ. സ്വാഭാവികമായിട്ടും ആ ഒരു അജണ്ട മാത്രം ആ രൂപത്തിൽ പിന്നെ യു ഡി എഫിൻ്റെ വന്ന അഭിപ്രായം വന്നിട്ടില്ല. അങ്ങനെ ഒരു അജണ്ടയില്ല. ഇല്ലാത്ത കാര്യത്തെ സംബന്ധിച്ചിപ്പോഴും ചർച്ച ചെയ്ത് മെനക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ജയിച്ചു വന്ന എം എൽ എമാർ ഉൾപ്പെടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ബദൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ രൂപം കൊടുക്കാനുള്ള ചർച്ചയാണ് ഞങ്ങൾ വളരെ പൊതുവായി ഇന്ന് നടത്തിയിട്ടുള്ളത്. മുമ്പ് ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ CPM-ൻ്റെ ഉന്നത നേതാക്കന്മാർ, ഇപ്പോൾ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ തൊട്ട് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒരു 3 പേർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന് മാത്രം. വിജയിച്ചു എന്ന് പറയുന്നത് പല തെരഞ്ഞെടുപ്പിലും അവിടെയൊന്നും ഒരു വിധത്തിലും UDF-ന് കയറിക്കൂടാൻ കഴിയാത്ത ഒരു മേഖലയാണ്. അതിൽ കൂടുതൽ ഒരു ചർച്ചയും UDF നേതൃത്വം ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. ഇത് നടത്തുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ നിങ്ങളോട് പറയാം.